ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് അറേ എന്നുള്ളതാണ്. അറേ എന്ന് പറയുന്ന ഒരു വേരിയബിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറേ നോക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും തന്നെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ആ ഫയലിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു ARR എന്നുള്ളൊരു പേരിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫയലിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കും അതുപോലെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതുപോലെ വർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്താണ് അറേ എന്ന് നോക്കാം. അറേ എന്ന് പറയുന്ന ഒരു സാധാരണ വേരിയബിൾ തന്നെയാണ്. അപ്പോൾ ഒരു സാധാരണ വേരിയബിളും അറേയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു സാധാരണ വേരിയബിളിലോട്ട് ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത ശേഷം അതിനകത്ത് ആ വാല്യൂ നിലനിർത്തിക്കൊണ്ട് അടുത്തൊരു വാല്യൂ കൂടി നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയുന്നില്ല. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഇൻറ്റ് പ്രൈസ് എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ടൊരു വാല്യൂ 10 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തു. ഈ വേരിയബിളിലോട്ട് ഇനി എനിക്കൊരു 20 എന്നൊരു ഒരു വാല്യൂ കൂടി അസൈൻ ചെയ്യണമെങ്കിൽ അത് സാധിക്കുന്നതല്ല. ഇതാണ് സാധാരണ വേരിയബിളിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത. അതിലൊരൊറ്റ വാല്യൂ മാത്രമേ അസൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് അതിന് 2 ബൈറ്റ് മെമ്മറി അലോക്കേഷൻ നടക്കും. അതിലൊരൊറ്റ വാല്യൂ മാത്രമേ ഇൻറ്റീജർ ടൈപ്പ് വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് സാധാരണ വേരിയബിളിൻ്റേതായിട്ടുള്ള ഒരു രീതി. ഇനി അതല്ല, നമുക്കിപ്പോൾ ഇവിടെ നോക്കുന്നത് അറേയാണ്. അപ്പോൾ അറേ എന്ന് പറയുന്നതും ഒരു വേരിയബിൾ തന്നെയാണ്. അപ്പോൾ അറേ വേരിയബിളും സാധാരണ വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അറേ വേരിയബിളിലോട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ പലതരം പ്രോഡക്റ്റുകൾ ഉണ്ടാവും. അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു പ്രൈസ് ഒരു പ്രോഡക്റ്റിൻ്റേതായിട്ടുള്ളത് 10 എന്ന് കൊടുത്തു. അതിനുശേഷം അടുത്തൊരു പ്രോഡക്റ്റിന് വേണമെങ്കിൽ ഞാനിവിടെ ഇതിപ്പോൾ 10 എന്നുള്ളത് അസൈൻ ചെയ്തു. പ്രോഡക്റ്റ് 1 അതിലെ പ്രൈസ് 1 എന്നുള്ളത് കൊടുത്ത ശേഷം അപ്പോൾ അടുത്ത പ്രോഡക്റ്റിന് ഇതേപോലെ തന്നെ ഞാൻ ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യണം. പ്രോഡക്റ്റ് രണ്ടാമത്തതിൻ്റെ വാല്യൂ പ്രൈസ് 2 എന്നുള്ളത്. അപ്പോൾ പ്രൈസ് 2ന് അത് എത്രയാണോ വാല്യൂ അത് കൊടുക്കാം. ഞാനിവിടെ ഒരു 20 എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 100 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 100 വേരിയബിൾ, ഇല്ലെങ്കിൽ ഒരു 1000 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 1000 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത് അതൊരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അത് പ്രാക്ടിക്കലായിട്ട് കഴിയില്ല. ഓക്കെ, ഇതാണ് സാധാരണ വേരിയബിളിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത. അത് ഒരു പരിധിക്കുള്ളിൽ നിർത്തിയിട്ടുള്ള വേരിയബിളുകൾക്ക് മാത്രം അത് വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്, അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമുക്ക് ഒരു അറേ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറേ കോൺസെപ്റ്റ് കൊണ്ടുള്ള പ്രത്യേകത. നമുക്ക് അറേ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇൻറ്റ് പ്രൈസ് 7 എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അതിൻ്റെ ഡാറ്റ ടൈപ്പ് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്തും ആ വേരിയബിൾ നെയിമാണ് പി പ്രൈസ് എന്നുള്ളത്. ഈ പി പ്രൈസ് ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റ് പ്രൈസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിന് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പ്രൈസ് ഇല്ലെങ്കിൽ പി പ്രൈസ് ഓഫ് 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇതാണ് അറേ വേരിയബിളിൻ്റേതായിട്ടുള്ള സ്ട്രക്ചർ. ഡാറ്റ ടൈപ്പ്, അതിൻ്റെ വേരിയബിൾ നെയിം, അതിനുശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. അതിനകത്ത് എത്ര വാല്യൂ നമുക്ക് കൊടുക്കേണ്ടതുണ്ടോ ആ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ നമുക്കത് ടൈപ്പ് ചെയ്ത് ചേർത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 7 വാല്യൂ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 7 വാല്യൂ എന്നുള്ളതിന് ഇവിടെ 7 എന്ന് കാണിക്കണം. ഞാനൊരു 10 വാല്യൂ ആണെങ്കിൽ 10 വാല്യൂ എന്ന് കാണിക്കണം. 100 ആണെങ്കിൽ 100, ഇല്ലെങ്കിൽ ഒരു 100 ശേഷം ഒരു 1000 ആണ് വേണ്ടതെങ്കിൽ ആ 1000. അങ്ങനെ എത്ര വാല്യൂ വേണമെങ്കിലും നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. ഇതാണ് ഈ അറേ കോൺസെപ്റ്റ് കൊണ്ടുള്ള പ്രത്യേകത. അതിന് എത്ര ഒരു ആയിരക്കണക്കിന് വാല്യൂവിൽ ലക്ഷക്കണക്കിന് വാല്യൂ വേണമെങ്കിലും ഒരൊറ്റ വേരിയബിൾ നെയിം ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ പറയുന്ന അറേ വേരിയബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം പറഞ്ഞു സാധാരണ വേരിയബിളിൽ ഒരൊറ്റ വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയുമോ
എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് അറേ വേരിയബിൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അറേ വേരിയബിളിലോട്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണോ അത് ഇവിടെ മെൻഷൻ ചെയ്യണം. ഇവിടെ ഇൻറ്റീജർ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇൻറ്റ് കൊടുത്തു. ഞാൻ ഒരു ഫ്ലോട്ട് ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ ഇവിടെ പോയിൻ്റ് വരുന്നത് ഉള്ള ഡേറ്റ ടൈപ്പ് അല്ല അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ ഫ്ലോട്ട്, ഡബിൾ ആണെങ്കിൽ ഡബിൾ എന്നുള്ളത് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇൻറ്റീജർ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആയതുകൊണ്ട് ഇൻറ്റ് എന്നുള്ളൊരു ഡേറ്റ ടൈപ്പ് ഇവിടെ കാണിച്ചു. അതിനുശേഷം ആ ഒരു അറേ വേരിയബിൾ നെയിം കൊടുത്തു. അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എത്രയാണോ വാല്യൂ മെൻഷൻ ചെയ്യുന്നത് ആ വാല്യൂ മെൻഷൻ ചെയ്തു. ഇതാണ് ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാഥമികമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്ട്രക്ചർ. ഓക്കെ, ഇപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇനി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വാല്യൂ 7 ആണെന്ന് കൊടുത്തെങ്കിൽ ആ 7 വാല്യൂവും നമുക്ക് അസൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിലൊരു 7 കൊടുത്തു, ഞാനൊരു 5 വാല്യൂ മാത്രമേ അസൈൻ ചെയ്യണമുള്ളൂ എങ്കിൽ കൂടി അത് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അറേ വേരിയബിൾ എന്ന് മനസ്സിലായി. ഇനി അടുത്തത്, ഈ അറേ വേരിയബിളിലോട്ട് നമുക്ക് വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് ആ അറേ ഏകദേശം ഈ തരത്തിലാണ് നമുക്ക് പോയിട്ട് വാല്യൂ അസൈൻ ആവുന്നത്. അപ്പോൾ ഇത് ആക്സസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഓരോ അറേക്കും ഓരോ പൊസിഷൻ ആയിട്ടാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പൊസിഷൻ 1ൽ 10 എന്നുള്ള വാല്യൂ ഞാനിവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ പൊസിഷൻ ആയതുകൊണ്ടാണ് മെമ്മറി അലോക്കേഷൻ ഈ തരത്തിലായിരിക്കും നടക്കുന്നത്. ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റീജർ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിനൊരു 2 ബൈറ്റ് മെമ്മറി അലോക്കേഷൻ നടക്കും. അതേസമയം ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിന് എത്ര വാല്യൂ ആണോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതേ ഇൻറ്റു 2 ബൈറ്റ്. ഓക്കെ, ഇവിടെ ഞാനിവിടെ 2 ബൈറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ 2 ബൈറ്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ 7th പൊസിഷനാണ്, 7 പൊസിഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഈ വാല്യൂ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മെമ്മറി അലോക്കേഷനിൽ പി പ്രൈസ് എന്നൊരു പേരിൽ തുടർച്ചയായിട്ട് 2 ബൈറ്റ് വെച്ചിട്ട് എത്ര മെമ്മറി അലോക്കേഷൻ ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ എത്ര പൊസിഷൻ അലോക്കേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അത്രയും 2 ഇൻറ്റു ആ പൊസിഷൻ അല്ലെങ്കിൽ ആ വാല്യൂ അസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ആ വാല്യൂ ആയിരിക്കും മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ 2 ബൈറ്റ് ഇൻറ്റു 2 ബൈറ്റ് ഇൻറ്റു അങ്ങനെ ടോട്ടൽ വരുന്ന സമയത്ത് 16 ബൈറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് 2, 4, 6, 8, 10, 12, 14, 16. അപ്പോൾ 16 ബൈറ്റ് മെമ്മറി അലോക്കേഷൻ തുടർച്ചയായിട്ട് നടക്കും. അത് ഒരൊറ്റ പേരിലായിരിക്കും പ്രോഡക്റ്റ് പ്രൈസ്. ആ പ്രോഡക്റ്റ് പ്രൈസ് ഓഫ് 0th പൊസിഷനിലായിരിക്കും ആദ്യത്തെ വാല്യൂ. പ്രോഡക്റ്റ് പ്രൈസ് ഓഫ് 20 എന്നുള്ളത് ഫസ്റ്റ് പൊസിഷനിലായിരിക്കും. പ്രോഡക്റ്റ് പ്രൈസ് ഓഫ് 2 സെക്കൻഡ് പൊസിഷനിലായിരിക്കും 30 എന്നുള്ള വാല്യൂ. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് പ്രോഡക്റ്റ് പ്രൈസിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് ആ വാല്യൂ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അതിൽ ഡയറക്റ്റായിട്ട് വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് ഈ തരത്തിൽ വാല്യൂ അസൈൻ ചെയ്യാം. ഓക്കെ, അത് അസൈൻ ചെയ്ത വാല്യൂ പൊസിഷൻ ഉപയോഗിച്ചാണ് നമുക്കത് റിട്രീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞു ഇൻറ്റ് എന്നുള്ളത് ഡേറ്റ ടൈപ്പാണ്, ഇതെന്നുള്ളത് അറേയുടെ നെയിമാണ്, വേരിയബിൾ നെയിമാണ്. അതിന് ശേഷം തുടർച്ചയായിട്ട് ഈ പൊസിഷൻ വൈസ് ആയിട്ടായിരിക്കും വാല്യൂ തുടർച്ചയായിട്ട് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അതിലെ ഓരോ പൊസിഷനിലായിരിക്കും പോയിട്ട് വാല്യൂ അസൈൻ ആവുന്നത്. ഇതാണ് അറേയിൽ നടക്കുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ കോഡിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് അത് വാല്യൂ അസൈൻ ചെയ്ത് അതിന് ശേഷം അത് റിട്രീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആ റിട്രീവ് ചെയ്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ടും അതുപോലെ ഇൻപുട്ട് എങ്ങനെ മെമ്മറിയിലോട്ട് ഇല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാം, മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഞാനിവിടെ നമുക്ക് പ്രൈസ് എന്നുള്ളത് ഓൾറെഡി സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ ഒരു അറേ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനൊരു പൊസിഷൻ ഇത്ര വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മുൻകൂട്ടി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
പി പ്രൈസ് എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് അറേ വേരിയബിൾ ആയതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തു. അതിനുശേഷം 7 വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യണം എന്നുള്ളതിനെ കാണിക്കുന്നതിന് വേണ്ടി 7 എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഈ ഡയറക്റ്റ് വാല്യൂ അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. സെവൻറ്റി വരെ ഞാനൊരു വാല്യൂ ഇതിൽ ആക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് ഗ്രാഫിക്സിൽ കാണിച്ച പോലെ പി പ്രൈസ് എന്നുള്ളത് 7 പൊസിഷൻ കാണിച്ചു. അതിൽ വാല്യൂ അസൈൻ ചെയ്യുന്നത് ഡയറക്റ്റ് അസൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡയറക്റ്റ് വാല്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ %d. ഇനി ഇത് ആക്സസ് ചെയ്യുന്നത് പൊസിഷൻ ഉപയോഗിച്ചിട്ടാണ്, ആ അറേയുടെ പൊസിഷൻ യൂസ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ അറേ വേരിയബിളിൻ്റെ നെയിമാണ് ഞാനിവിടെ കൊടുക്കുന്നത്, പി പ്രൈസ് എന്നുള്ളത്. ഈ പി പ്രൈസ് എന്നുള്ളത് ഈ കാണുന്ന അറേ വേരിയബിൾ നെയിമാണ്. ഓക്കെ, അതിനുശേഷം അതേപോലെ തന്നെ അത് അറേ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അറേയുടെ സിമ്പിൾ യൂസ് ചെയ്തു, 2 സ്ക്വയർ ബ്രാക്കറ്റ്. അതിൽ 0th പൊസിഷനിലുള്ള വാല്യൂ ആണെങ്കിൽ 0th പൊസിഷൻ, ഇനി ഫസ്റ്റ് പൊസിഷനിലുള്ളത് 20 ആണെങ്കിൽ 20 ആക്സസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിന്ന് കാണിക്കണം. ഞാനിവിടെ ആദ്യത്തെ വാല്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി 0 എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇതൊന്ന് ബിൽഡ് ചെയ്ത് റൺ ചെയ്യുന്നുണ്ട്. ഒരു എറർ ഉണ്ട്. ഈ എറർ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കോമ ഇടാൻ വിട്ടുപോയി, ആ കാരണം കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ള എറർ. അപ്പോൾ നമുക്ക് ഈ എറർ മാറ്റിയ ശേഷം വീണ്ടും ബിൽഡ് ചെയ്തൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ നോക്കൂ, 0th പൊസിഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, പ്രൈസ് ഓഫ് 0. അപ്പോൾ പ്രൈസ് ഓഫ് 0യിൽ ആദ്യത്തെ വാല്യൂ നോക്കൂ 10 എന്നുള്ളതാണ്. ആ 10 എന്നുള്ളത് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് അറേയിൽ എങ്ങനെയാണ് ആ വാല്യൂ പൊസിഷൻ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ഒരു പൊസിഷൻ കൂടി ആക്സസ് ചെയ്യാം. ഞാനിതിവിടെ 0, 1, 2, 3. അപ്പോൾ 3rd പൊസിഷനിലുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 3rd പൊസിഷനിൽ നമുക്കിവിടെ നോക്കൂ, 0 ആദ്യം പറഞ്ഞിരുന്നു അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0th പൊസിഷൻ മുതലാണ്. അപ്പോൾ 0th പൊസിഷൻ 0, 1, 2, 3. അപ്പോൾ 3rd പൊസിഷനിൽ നോക്കുമ്പോൾ 40 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ആക്സസ് ആവേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. അപ്പോൾ 3rd പൊസിഷനിലുള്ള വാല്യൂ 40 ആണോ വരുന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 3rd പൊസിഷനിലുള്ള വാല്യൂ 40 എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അറേയിൽ വാല്യൂ അസൈൻ ചെയ്ത് ഡയറക്റ്റ് അസൈൻ ചെയ്ത് അതിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ കഴിയുക. ഇനി നമുക്ക് എങ്ങനെ ഒരു വാല്യൂ റൺ ടൈമിൽ ഇൻപുട്ട് ആയിട്ട് കൊടുത്ത ശേഷം അത് സ്റ്റോർ ചെയ്യാം ഉള്ളതൊന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഇത് കളയുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് പ്രൈസ് എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് 7 എന്നുള്ളൊരു വേരിയബിൾ നെയിം കാണിച്ചിട്ടുണ്ട്. വേരിയബിൾ നെയിം അല്ല, പൊസിഷൻ അല്ലെങ്കിൽ വാല്യൂ, ഇത്ര വാല്യൂ നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിന് മെൻഷൻ ചെയ്തു. ഇനി അടുത്ത് കാണിക്കുന്നത് എൻ്റർ വാല്യൂസ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റർ വാല്യൂസ് എന്ന് കാണുന്ന സമയത്ത് യൂസർക്ക് മനസ്സിലാവും നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ എൻ്റർ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് ഇനി വാല്യൂ യൂസർ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. വാല്യൂ യൂസർ ഇൻപുട്ട് ചെയ്യാൻ നിൽക്കും. അപ്പോൾ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അടുത്ത സ്റ്റാൻഡ് നമുക്ക് ചെയ്യേണ്ടത്
ആ ഇൻപുട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാല്യൂ എങ്ങനെ, അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാമെന്നാണ്. ഇതണ്ട എൻ്റർ വാല്യൂസ് എന്നൊന്ന് മാത്രം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ യൂസർ ഇനി വാല്യൂ എൻ്റർ ചെയ്യാം. ഈ വാല്യൂ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു സ്കാനഫിലൂടെയാണ് സാധാരണ നമ്മളെല്ലാ വാല്യൂവും ഇൻപുട്ടായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സ്കാനഫിലൂടെ ഒന്നിൽ കൂടുതൽ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഐ എന്നുള്ളത്. അപ്പോൾ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 0, അതിനുശേഷം ഐ ലെസ് ദാൻ ഒരു 7 എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് അത് സ്കാനഫ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സ്കാനഫ്, ഈ സ്കാനഫ് എന്താണെന്ന് അറിയാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ സ്കാനഫിനെ കുറിച്ച്, ഈ പ്ലേലിസ്റ്റിൽ തന്നെ സ്കാനഫിനെ കുറിച്ച് നോക്കാവുന്നതാണ്. സ്കാനഫ്, ഈ സ്കാനഫിൽ നമുക്ക് പെർസെൻറ്റേജ് ഡി, അതിനുശേഷം ഈ മെമ്മറി അലോക്കേഷൻ നടന്ന സമയത്ത് ആ മെമ്മറി അഡ്രസ്സിനെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ആംപർസെൻറ്റ് ആ വേരിയബിൾ നെയിം പി പ്രൈസ് എന്നുള്ള ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് ഐ എന്നുള്ളത് ഈ വേരിയബിൾ അറേ ആയതുകൊണ്ട് ഈ അറേക്കകത്തുള്ള പൊസിഷനെ കാണിക്കുന്നത്. അപ്പോൾ 0th പൊസിഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ലൂപ്പ് കറങ്ങുമ്പോൾ ഐയുടെ പൊസിഷൻ എത്രയാണോ നോക്കും, 0 ആണ്. അപ്പോൾ 0th പൊസിഷനിലുള്ള വാല്യൂ എത്രയാണോ അത് ആദ്യം സ്റ്റോർ ആവുന്നതാണ് സ്കാനഫിലൂടെ. ആ ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ ഇത് ചെയ്തു. ഇനി ഈ വാല്യൂ നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ഞാനൊന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. ബിൽഡായി. ഇനി റണ്ണ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തു പോയി. അത് മുകളിൽ കൊടുക്കാം. എൻ്റർ വാല്യൂസ് എന്നുള്ളത് മുകളിൽ കൊടുക്കാം. ഞാൻ 2 സ്റ്റെപ്പ് താഴോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ /n കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബിൽഡ് ചെയ്ത് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനത് 10 എന്നുള്ളത് കൊടുത്തു, സെക്കൻഡ് 20 എന്നുള്ളത്, തേർഡ് 30 എന്ന് കൊടുത്തു. ഇനി ഇങ്ങനെ ഓരോ വാല്യൂ കൊടുത്ത ശേഷം ഇപ്പോൾ നോക്കൂ, 1 2 3 4 5 6 7 വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിഞ്ഞു. ഈ വാല്യൂ എൻ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്കാനഫിലൂടെ എടുത്ത വാല്യൂ മെമ്മറിയിൽ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രിൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പ്രിൻ്റ് ഞാൻ ഇവിടെ വാല്യൂ എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ %d ഇവിടെ കോമയിട്ട ശേഷം ഏതാണ് ഈ വേരിയബിൾ നെയിം, ഈ വേരിയബിൾ നെയിമിലുള്ള വാല്യൂ ഏതിലെങ്കിലും ഒരു പൊസിഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് പൊസിഷനിലാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് പൊസിഷൻ പറയുമ്പോൾ 0th പൊസിഷൻ കഴിഞ്ഞ് അടുത്ത പൊസിഷനിൽ. ഓക്കെ, അതൊന്ന് ഞാൻ സേവ് ചെയ്ത ശേഷം ഒന്ന് ബിൽഡ് ചെയ്ത് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എററുണ്ട്, ഇവിടെ സെമികോളൻ വിട്ടുപോയി. ഞാൻ സെമികോളൻ കൊടുത്തു, അതിനുശേഷം ബിൽഡ് ചെയ്തു. ഇപ്പോൾ അത് ബിൽഡായിട്ടുണ്ട്. ഇനി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, വാല്യൂ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ഒരു 10 20
30, 40, 50, 60, 70 ഒരു 7 വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്തത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് പൊസിഷൻ പറയുമ്പോൾ ഇത് 0th പൊസിഷൻ, 10 എന്നുള്ള വാല്യൂ 0th പൊസിഷൻ, 20 എന്നുള്ളതാണ് ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്കൂ, വാല്യൂ 20 എന്നുള്ളത്. അപ്പോൾ 0th പൊസിഷൻ കഴിഞ്ഞ ഫസ്റ്റ് പൊസിഷനിലെ വാല്യൂ 20 എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടി. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത എൻ്റർ ചെയ്ത വാല്യൂ മെമ്മറിയിൽ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് റൺ ടൈമിൽ തന്നെ വാല്യൂ ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പഠിച്ചു. ഇനി റൺ ടൈമിൽ തന്നെ വാല്യൂ റിട്രീവ് ചെയ്ത് അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം എന്ന് നോക്കാം. അതിനും ഇതേപോലെ തന്നെയാണ്. ഒന്നിൽ കൂടുതൽ വാല്യൂ റിട്രീവ് വേണമെങ്കിലും ഒരു ലൂപ്പ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഈ ലൂപ്പ് തന്നെ കോപ്പി ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്തു. ഇനി i = 0, i < 7, i++ എന്ന് കൊടുത്തു. ഇനി ഇത് സ്കാൻഎഫിന് പകരം പ്രിൻ്റ് എഫ് കൊടുക്കാം. സാധാരണ ഡിസ്പ്ലേ ചെയ്യുന്നതിന് പ്രിൻ്റ് എഫ് യൂസ് ചെയ്യുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പ്രിൻ്റ് എഫ് %d. അപ്പോൾ ഇവിടെ നോക്കൂ, പ്രൈസ് ഓഫ് i. അപ്പോൾ ലൂപ്പ് ഒരു പ്രാവശ്യം കറങ്ങുന്ന സമയത്ത് i എന്ന് പറയുമ്പോൾ 0th പൊസിഷൻ ആയിരിക്കും. ഈ 0th പൊസിഷൻ കഴിഞ്ഞ് ഒരു ലൂപ്പ് കഴിയുമ്പോൾ 0th പൊസിഷനിലുള്ള വാല്യൂ ഇവിടെ കാണിക്കുന്നതായിരിക്കും. 0th പൊസിഷനിൽ എത്രയാണോ വാല്യൂ നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ അത് എൻ്ററായി. അപ്പോൾ അതിനുശേഷം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് പ്രിൻ്റ് എഫിലൂടെ കാണിക്കാനാണ്. അപ്പോൾ പ്രിൻ്റ് എഫിലൂടെ കാണിക്കുന്ന സമയത്ത് 0th പൊസിഷൻ ലൂപ്പ് ആദ്യം കറങ്ങുന്ന സമയത്ത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ട് പ്രൈസ് ഓഫ് i. അപ്പോൾ ഐയുടെ പൊസിഷൻ പറയുന്നത് 0 ആണ്. അപ്പോൾ 0th പൊസിഷനിലുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ലൂപ്പ് വീണ്ടും കറങ്ങിയിട്ട് മെമ്മറി ഇതിൽ നോക്കുന്ന സമയത്ത് ഇത് ഇൻക്രിമെൻറ്റ് ചെയ്ത് i ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ എത്രയാണ് 20 എന്നുള്ളത് വന്നു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 7 വരെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 7 വരെ റൺ ആവും. അതോടെ ആ എക്സിക്യൂഷൻ നിർത്തി ഔട്ടാവുന്നതാണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെ വാല്യൂ അസൈൻ ആയിട്ടുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ബിൽഡ് ചെയ്ത് റൺ ചെയ്യുകയാണ്. ഇപ്പോൾ വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം 10, 20, 30, 40, 50, 60, 70 എന്ന് കൊടുത്തു. ഇനി ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 7 വാല്യൂ എൻ്റർ ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ പറഞ്ഞിട്ടുള്ളത് ആ വാല്യൂ എല്ലാം ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നോക്കൂ, അത് തുടർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് തുടർച്ചയായിട്ട് വന്നതിന് നമുക്ക് ഒരു അടുത്ത സ്ഥാനത്ത് താഴെയായിട്ട് വരാൻ വേണ്ടിയിട്ട് /n കൊടുക്കാം. ഇനി ബിൽഡ് ചെയ്ത് റൺ ചെയ്യാം. ആദ്യം ചെയ്ത പോലെ തന്നെ $70 വരെ കൊടുത്തു. ഇപ്പോൾ നോക്ക്, അത് മെമ്മറി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ഈ കോപ്പി ചെയ്തിട്ടതിൽ ആംപർസൻഡ് എന്നുള്ളത് അതിൻ്റേതായിട്ടുള്ള ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ മെമ്മറി അഡ്രസ്സിലുള്ള വാല്യൂ വന്നത്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് വീണ്ടും ബിൽഡ് ചെയ്ത് റൺ ചെയ്യാം. ഇനി ഞാൻ വാല്യൂ എൻ്റർ ചെയ്യുന്നുണ്ട്. 10, 20, 30, 40, 50, 60, 70. ഇനി നമുക്ക് നോക്കാം. നോക്കൂ, അതേപോലെ 10 ഈ പറയുന്ന ആദ്യം എൻ്റർ ചെയ്ത വാല്യൂ 10 എന്നുള്ളത് റിട്രീവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ 20 എന്നുള്ളത് 20 എന്നുള്ളത് ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതുപോലെ 30 എന്നുള്ളത് അവിടെ 30 എന്ന് ഡിസ്പ്ലേ ആവുന്നുണ്ട്. 40 എന്നുള്ളത് 40, അതുപോലെ 60, 50, 60, 70. അപ്പോൾ എല്ലാ വാല്യൂവും നമുക്ക് ഇൻപുട്ടായിട്ട് അറേയിലോട്ട് എൻ്റർ ചെയ്യാനും കഴിഞ്ഞു. അതേപോലെ തന്നെ ആ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി.
ഇനി നമുക്ക് ഇത് അറേയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ അടുത്ത പാർട്ടിലോട്ട് ഇല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അറേയിലോട്ട് ഒരു അറേ വേരിയബിളിലോട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഒരു ഇൻറ്റ് പ്രൈസ് 7. ഇതാണ് ഒരു അറേ വേരിയബിളിൻ്റെ സ്ട്രക്ചർ. സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ തന്നെ ഇൻറ്റ് ആണെങ്കിൽ ഇൻറ്റ്, അതൊരു ഡബിൾ ആണെങ്കിൽ ഡബിൾ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, അതിന് ശേഷം വേരിയബിൾ നെയിം, ആ വേരിയബിൾ നെയിമിന് ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ആ വേരിയബിൾ പ്രോഡക്റ്റ് പ്രൈസ് ഓഫ് എന്നുള്ളതിന് കാണിക്കുന്നതാണ് വേരിയബിൾ നെയിമിനോടൊപ്പം ഒരു സ്ക്വയർ ബ്രാക്കറ്റ്. അതിനുശേഷം അതിലെത്ര വാല്യൂ ആണോ അസൈൻ ചെയ്യുന്നത് അത്രയും വാല്യൂ അസൈൻ ചെയ്യുന്നതിനുള്ള നമ്പർ ഇവിടെ കാണിക്കേണ്ടതാണ്. ഓക്കെ, അത് ഡയറക്റ്റായിട്ട് വാല്യൂ അസൈൻ ചെയ്യുന്നതിന് ഇങ്ങനെയാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് പ്രൈസ്, അതിനുശേഷം ഇത് ഒഴിവാക്കിയിട്ട് ഈ പ്രോഡക്റ്റ് പ്രൈസ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഇത് ഡയറക്റ്റായിട്ട് ഇവിടെ വാല്യൂ അസൈൻ ചെയ്യാവുന്നതാണ്. അതിന് നോക്കൂ, ഇവിടെ അസൈൻ 10, 20, 30, 40, 50 ഇങ്ങനെ ഡയറക്റ്റ് അസൈൻ ചെയ്തു. ആ അസൈൻ ചെയ്ത വാല്യൂ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് ഈ തരത്തിലായിരിക്കും. അതും ആദ്യത്തെ പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഈ പൊസിഷൻ ആയിട്ട് ഓരോ മെമ്മറി അലോക്കേഷനും ഇൻറ്റീജർ ആണെങ്കിൽ അതിന് 2 ബൈറ്റ് ഉപയോഗിച്ച് ഒരു മെമ്മറി അലോക്കേഷൻ ആദ്യത്തെ വാല്യൂവിന്, അതുപോലെ അടുത്ത വാല്യൂ, ഇങ്ങനെ എത്രയാണ് പൊസിഷൻ പറഞ്ഞിട്ടുള്ളത്, എത്ര വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് അത്രയും വാല്യൂവിനനുസരിച്ചിട്ടുള്ള ഇവിടെ മെമ്മറി അലോക്കേഷൻ നടക്കും. അതെല്ലാം ഓരോ പൊസിഷനിലായിട്ടാണ് വാല്യൂ അസൈൻ ആവുന്നത്. ആ പൊസിഷനിലോട്ട് അസൈനായ വാല്യൂ റിട്രീവ് ചെയ്യുന്നത് അതിൻ്റെ പൊസിഷൻ ഉപയോഗിച്ചാണ്. ആ പൊസിഷനിലെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ 0th പൊസിഷൻ ആണെങ്കിൽ 0 ഓഫ് പ്രൈസ് ഓഫ് 0, പി പ്രൈസ് ഓഫ് 1, പി പ്രൈസ് ഓഫ് 2, അങ്ങനെ അത് ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇൻപുട്ടായിട്ട് നമുക്ക് റൺ ടൈമിൽ വാല്യൂ അസൈൻ ചെയ്യുന്നതിന് ഫോർ ലൂപ്പ് ഉപയോഗിച്ചു. അപ്പോൾ ഈ ഐ അസൈൻ 0 എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വാല്യൂ പോയിട്ട് ഈ ഫോർ ലൂപ്പിനകത്ത് വന്നു. %d അതിൻ്റെ ഫോർമാറ്റ് അത് ഏതാണ്? ആംപർസൻഡ് പ്രൈസ് ഓഫ് ഐ. ആംപർസൻഡ് പ്രൈസ് ഓഫ് ഐ എന്ന് പറയുന്ന സമയത്ത് ഈ വേരിയബിളിൻ്റെ ഐ പൊസിഷൻ ഏതാണ്? 0 പൊസിഷനാണ്. അപ്പോൾ അറേയുടെ 0th പൊസിഷനിൽ ആദ്യത്തെ എൻട്രി ചെയ്യുന്ന വാല്യൂ പോയിട്ട് അസൈനായി. അപ്പോൾ ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വീണ്ടും ഫോർ ലൂപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത ശേഷം ഇവിടുത്തെ വാല്യൂ നോക്കുമ്പോൾ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഐയിലെ വാല്യൂ 1 ആയി. ഇനി പറഞ്ഞിട്ടുള്ളത് 7. അപ്പോൾ ഈ 7 വരെ ആയിട്ടില്ല. ഇപ്പോൾ 7-നെക്കാളും താഴെയാണ് വാല്യൂ ആയതുകൊണ്ട് ഇതിനകത്ത് വന്നു. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് സ്കാനഫ് ആണ് പറഞ്ഞിട്ടുള്ളത്. സ്കാനഫ് വാല്യൂ ഇൻപുട്ട് ആയിട്ട് ആ മെമ്മറിയിലോട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ വാല്യൂ ഇപ്പോൾ എത്രയാണോ സെക്കൻഡായിട്ട് എൻ്റർ ചെയ്യുന്ന വാല്യൂ അത് ഫസ്റ്റ് പൊസിഷനിൽ അസൈനായി. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഫസ്റ്റ് പൊസിഷനിൽ അസൈനാവും. അപ്പോൾ അതിൻ്റെ ഏതാണ് ആ മെമ്മറി അലോക്കേഷൻ നടക്കേണ്ട വേരിയബിൾ നെയിമിൻ്റെ അഡ്രസ്സ്, ആ വേരിയബിൾ നെയിമിൻ്റെ അഡ്രസ്സിലോട്ട് ഈ വാല്യൂ അസൈനായി. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ ഓരോ ലൂപ്പ് കഴിഞ്ഞ് വരും തോറും ഈ വാല്യൂ എപ്പോഴാണോ 7-നെക്കാളും താഴെയാവുന്നത് ആ സന്ദർഭത്തിൽ ലൂപ്പ് വിട്ട് പുറത്ത് വരുമ്പോൾ ഇതിലെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുള്ള വാല്യൂ എല്ലാം അസൈൻ ആയിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത് അസൈൻ ആയിട്ടുള്ള വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്ത് കാണിക്കുന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അതും ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. ഇപ്പോൾ നോക്കൂ, ഐ = 0 ആണ്. അപ്പോൾ ആദ്യത്തെ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് 0th പൊസിഷനിലുള്ള വാല്യൂ ഐ കണ്ടോ, ഈ 0th പൊസിഷനിലെ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ 0 ആയതുകൊണ്ട് 0th പൊസിഷനിലുള്ള വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം വീണ്ടും ലൂപ്പ് കറങ്ങി വരുന്ന സമയത്ത് ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പൊസിഷനാണ് ഇവിടെ വരിക. അപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഇവിടെ 7 ആയതുകൊണ്ട് അതിൻ്റെ താഴെയാണ്. അങ്ങനെ ലൂപ്പ് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് എല്ലാ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് അറേയുടെ ഇതായിട്ടുള്ള ഒരു വർക്കിംഗ്. അപ്പോൾ ഇനി കൂടുതലുള്ള നമുക്കുള്ള അറേയെക്കുറിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടേതായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.